നമസ്കാരം. പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. ഒരു ഞങ്ങളുടെ മൊഴിയൊക്കെ എടുത്തു. അവർ പറയുന്നത് ഇനി ഓരോരുത്തരെ ചോദ്യം ചെയ്തെങ്കിൽ മൊഴി എടുത്തെങ്കിൽ മാത്രമേ അവർക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പറഞ്ഞാൽ നമുക്ക് പറ്റുക. നമ്മുടെ കുഞ്ഞല്ലേ നഷ്ടപ്പെട്ടു പോയിരിക്കും. എത്ര സമയം മൊഴി എടുത്തു? 3 മണിക്കൂറുകൾ എടുത്തു. എന്താ പോലീസ് ഇങ്ങോട്ട് വരാഞ്ഞത്? അറിയത്തില്ല. ഇന്നലെ അവിടുന്ന് ആരാണ്ട് ചെന്നിട്ട് ചോദിച്ചെന്ന് ഞങ്ങളുടെ മൊഴി എടുക്കാത്ത എന്താന്ന്. അവർക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും പറഞ്ഞാൽ അവർ വരാനെന്നാ അവരിപ്പോൾ എന്റെയൊക്കെ പറഞ്ഞു. വേറെ കേസുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു? അങ്ങോട്ട് അങ്ങോട്ട് വിളിപ്പിച്ചേ അതാണെന്ന് പറഞ്ഞില്ലേ? എന്റെ മോളാ മരിച്ചത് എന്ന് പറഞ്ഞില്ലേ? എന്റെ മോളാ മരിച്ചെന്ന് പറഞ്ഞു. അയ്യ സാറ്, ഈ മോള് എന്തെങ്കിലും സങ്കടം പറഞ്ഞിരുന്നോ അമ്മയോട്? കുഞ്ഞുമ്മാടെ പെരവാസ്തോലിക്ക് ഞങ്ങളെയും വിളിച്ചിട്ടുണ്ട്. ഞങ്ങള് രാത്രിയിലാണ് പോയത്. അവിടെ അന്നേരം പ്രശ്നം നടന്നതുപോലെ എല്ലാരെയും കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാരും ഇങ്ങനെ നോക്കുന്നു മിണ്ടാതിരിക്കുന്നൊക്കെ ചെയ്യും. എന്റെ കുഞ്ഞൊന്നും എന്റെയൊക്കെ പറഞ്ഞിച്ചിരി ഞങ്ങൾ വരാറൊക്കെ ആയ പറയും ഉമ്മീ ഞാനും മരുന്നെന്ന് പറഞ്ഞു. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ മരുന്ന്. ഞാൻ പറഞ്ഞു മോളെ ഉമ്മയുടെ ചെന്ന് ചോദിച്ചിട്ട് വരാൻ ആരാ അമ്മായിയമ്മ എടുക്കും. ഇത് പറയുന്നെങ്കിൽ മോളെ ഉമ്മി കൊണ്ടുപോകാന്ന്. അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇടക്ക് വെച്ച് ഞങ്ങള് പിന്നെ അവിടെ ഓയിലിങ്ങനെ മാറ്റിയപ്പോൾ അവിടെ കമ്മൽ വന്നു. അന്നേരം ഇവിടെ വന്നിട്ട് പറഞ്ഞു ഉമ്മി എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഉമ്മി, ഇന്ന് പറയരുത്, ഉമ്മി എൻ്റെ തലയെ പിടിച്ച് സത്യം ചെയ്യും, ഇന്ന് പറയരുത്, ആർക്കെങ്കിലും പറയരുതെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറയാം നീ മോളെ തലയാണോ ഉമ്മി പറയത്തില്ലെന്ന്, എന്താ ഉമ്മിയിലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് പിന്നെ ഭയങ്കര പീഡനമായിരുന്നു, എന്നെ അവിടുത്തെ നാണം കിടത്തി കളഞ്ഞു. ആരാണ്ട് ബന്ധുക്കാർ വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റില്ല. കഴിച്ചോണ്ടിരുന്ന സമയത്തല്ലേ? എങ്ങനെയാണെന്നൊന്നും ഞാൻ കഴിച്ചോണ്ടിരുന്ന സമയത്താണെന്ന് തോന്നുന്നു. എന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എൻ്റെ മോള്. 1.5 മണിക്കൂർ ഇവക്ക് പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്ത റെക്കോർഡ് അതിലുണ്ട് എൻ്റെ മോളുടെ ഫോണിൽ. അത് ഒരു കൂട്ടുകാരിക്ക് അയച്ചു. എന്നെ കേൾപ്പിച്ച് കുറച്ചൊക്കെ കേട്ടപ്പോൾ തന്നെ എൻ്റെ ഹൃദയം പൊട്ടി. ഞാൻ പറഞ്ഞു മോനെ പെട്ടെന്ന് വാപ്പിയുടെ ഫോണിലോട്ട് ഫോണിത് പിടിക്കുന്നു. വേണ്ടും ആരെങ്കിലും കയറി വന്നാൽ നമുക്ക് എല്ലാരും അറിയത്തില്ല. അവൾ എൻ്റെ ഒക്കെ വന്ന് പറഞ്ഞെന്ന് നമ്മുടെ ബന്ധുക്കാരെല്ലാം അറിയില്ല. അതുകൊണ്ട് അടിച്ചാന്ന് തോന്നുന്നു. ഇവിടെ കമ്മലൊടിഞ്ഞു പോയി, ഇവിടെ കുഞ്ഞിന്റെ കമ്മലൊടിഞ്ഞു പോയി. അരപ്പന്റെ കമ്മിലൊക്കെ എങ്ങനെ ഒടിഞ്ഞു പോകാനാ? ഇവിടെ വന്ന് കല്യാണം നടത്തുന്ന സമയത്ത് ഇത്ര സ്വർണം വേണമെന്നോ ഇത്ര പണം വേണമെന്നോ എല്ലാം ഞങ്ങൾ ഇത്ര സ്വർണം കൊടുക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെന്റെ മോനും ഭർത്താവും കൂടെ കൊടുക്കുകയും ചെയ്തു. അവര് പറഞ്ഞതുപോലെ അവരുടെ മരുമോനിക്ക് വരെ കൊടുക്കണമെന്ന്. മോളുടെ ഭർത്താവിന് വരെ, പെങ്ങളുടെ ഭർത്താവിന് ഞങ്ങളുടെ നിയമത്തിൽ അങ്ങനെ കൊടുക്കത്തില്ല. മുസ്ലിങ്ങൾ അങ്ങനെ കൊടുക്കത്തില്ല. പക്ഷെ അവര് പറഞ്ഞ് എനിക്കും എന്റെ മോനിക്കും എന്റെ മോക്കും തരുമ്പം എന്റെ മരുമോൻ മാത്രം നോക്കി നിൽക്കണം, എന്തെങ്കിലും എന്റെ മരുമോനിക്ക് ചെയ്യണമെന്ന്. നമ്മൾ അതങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞ് പറ്റത്തില്ല, വീഡിയോ കാണിച്ചു തന്നെ കൊടുക്കണം. വീഡിയോ കൊടുത്തൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ ഓരോരുത്തർക്ക് അമ്മായിയമ്മക്ക് കൊടുത്ത് മരുമോന് പാല് പാത്രത്തിലും മോതിരം കൊടുത്തു. മോള് താലി മുറിക്കേന് ചെയിൻ കൊടുത്തു. മരുമോനെ വിളിച്ചു നിർത്തി മോതിരം കൊടുത്തു. അതെല്ലാം ഉണ്ട്. അതിൽ പിടിച്ചിട്ടുള്ള സാധനം. എന്റെ മോക്ക് നീതി കിട്ടണം. ഒരു മക്കൾക്ക് ഇനി ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പിടിക്കുക നല്ല കാണാനും പിടിക്കുകയായിരുന്നു, പഠിക്കാനും പിടിക്കുകയായിരുന്നു. ഒന്നര മോളായിരുന്നു. വയ്യ സാറ് പറഞ്ഞു പെണ്ണുമ്പളെ പീഡിപ്പിക്കലായിരുന്നു. എൻ്റെ പെണ്ണുമ്പളെ എൻ്റെ മോളെ പീഡിപ്പിച്ച് കൊന്നു. അവരുടെ ശല്യമായിരുന്നു കൂടുതൽ, തള്ളയുടെ ശല്യം. തള്ള ഇപ്പോൾ പല പാർട്ടിക്കാരെയും പിടിക്കുന്നുണ്ട് രക്ഷപ്പെടാൻ. അവിടെ അങ്ങനെ രക്ഷപ്പെടത്തില്ല. അതെന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കേട്ടോ, അതിന് സംസാരിക്കാൻ പറ്റത്തില്ല, അവർക്ക് പറയാൻ കൊള്ളാതെ വർത്താനാണ് ഈ വിഷയം സംസാരിക്കാൻ പറ്റത്തില്ല. അതെന്തായിരുന്നു ക്യാമറായി സംസാരിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് എല്ലാവരും കളിക്കുന്നുണ്ട് ഈ കേസ് തേച്ച് വായിച്ചാൽ. ഞാൻ പിടിമുടത്തി. ഞാൻ എവിടെ വേണമെങ്കിലും ഇതിന് പോയി. എൻ്റെ മോക്ക് നീതി വരും. കഷ്ടം. എൻ്റെ മോളെ കൊണ്ട് പെരുന്നാളിൻ്റെ അന്ന് വന്നിട്ട് ഒരു ദിവസം നിൽക്കെന്ന് പറഞ്ഞിട്ട് പോലെ നിന്നില്ല. 5 ദിവസം കുന്നുമ്മേന്നൂടെ കൊണ്ടുപോയിട്ട് 5 ദിവസം ഈ മരുമോനിവിടെ വന്നിട്ടുണ്ട്. ഉമ്മ പറഞ്ഞു വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വന്നു. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് ഏത് വീട്ടിലാരും മരുമോൻ വന്നാൽ അന്നവിടെ കിടക്കാത്തത്. വീണെന്ന് എല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് ഞാൻ അവനിക്ക് കാത്തിരിക്കും. അവൻ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ കഴിച്ചില്ല. അവനിക്ക് ഞാൻ എന്നിട്ടും കൊടുത്ത് കഴിപ്പിച്ചു. 1.5 മണിക്കൂർ ഈ റോഡേ കൂടെ എൻ്റെ മോളെ വണ്ടി ഓടിപ്പിച്ചു, ഗർഭം അലസി കളയിപ്പിക്കാണ്. പിന്നെ ഉമ്മ പറഞ്ഞു വിട്ടതാ ഇവിടെ വെച്ച് ഈ കൊച്ചു കലങ്ങി പോകണം. അവരതിൽ നിന്ന് അവർക്ക് വിജയം കിട്ടണം. ഞാൻ അതിനുശേഷം ഒഴിവാക്കാനായിരുന്നു അവർ നോക്കിയത്. ഗർഭമായ പിന്നെ ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ, കൊച്ചിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുപോലെ അവര് ഞങ്ങളെ സ്നേഹിച്ചത്. കല്യാണത്തിന് മുന്നേ ഞങ്ങളെ അങ്ങനെ സ്നേഹിച്ച് ഞങ്ങളുടെ മനസ്സ് മാറ്റിച്ചു കളഞ്ഞു. സ്വന്തമായിട്ട് സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞാ കെട്ടിയത്? സ്വന്തമായിട്ടൊരു കടയുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന വെച്ച് ഞങ്ങള് ഒരുപാട് അന്വേഷിച്ചില്ല. ഈ പെണ്ണുമ്പിളയുടെ കപട സ്നേഹം കണ്ടു. ഉമ്മ പറയുന്നതിന്റെ വരവണ്ണേ മൂന്നിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.